പരിശുദ്ധ ഖുർആനിലെ ഓരോ വാക്കുകളും അതിനോട് ചേർന്ന് വരുന്നതും എത്രമാത്രം ശ്രദ്ധേയമായ വാക്കുകളാണ് എന്ന് ഖുർആനിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മനസ്സിലാകും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ആ ഒരു സിറാത്തിനെക്കുറിച്ച്, നൂറിനെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നത് ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. അസീസായ, പ്രതാപിയും സ്തുത്യർഹനുമായ അള്ളാഹുവിൻ്റെ സിറാത്ത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അടുത്ത ആയത്തിൽ അല്ലാഹില്ലദീ, അല്ലാഹ് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം അള്ളാഹുവിൻ്റെ അസ്മാഉം സിഫാത്തും പറയുന്നുണ്ടോ അവിടെ അള്ളാഹു എന്ന ഇസ്മിനെ മുന്തിച്ചിട്ടാണ് പിന്നെന്ത് പറയുന്നത്, സിഫാത്തുകൾ പറയുക. ഉദാഹരണത്തിന് വല്ലാഹു ഗഫൂറുർ റഹീം, ഇന്നല്ലാഹ അസീസുൻ ഹക്കീം. അള്ളാഹു അസീസാണ്, ഹക്കീമാണ്. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. അള്ളാഹു അലീമാണ്, ഹക്കീമാണ്. ഇങ്ങനെയാണ് പറയുക. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇസ്മ പറഞ്ഞിട്ട് പിന്നെ അള്ളാഹിനെ പറയുന്നത്. അതിവിടെ മാത്രമാണ്, ശ്രദ്ധിക്കുക. അഥവാ അള്ളാഹുവിൻ്റെ രണ്ട് ഇസ്മ പറഞ്ഞു, അൽ അസീസ്, അൽ ഹമീദ്, അള്ളാഹ്. മറ്റെല്ലായിടത്തും അള്ളാഹു അസീസുൻ ഹമീദ് അങ്ങനെയാണ്. ഇവിടെ അസീസിൽ ഹമീദ് അള്ളാഹ്. എന്തുകൊണ്ടാണ് ഇതിനെ തഖ്ദീം ചെയ്തത്? അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അതിനെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായൊരു പോയിൻ്റ് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ന സിറാത്തല്ലാഹ്, നിശ്ചയമായും അള്ളാഹുവിൻ്റെ സിറാത്ത്, മിൻ അക്ബരിൽ അദില്ല അലാ മാലില്ലാഹി മിൻ സിഫാത്തിൽ കമാൽ വനഊത്തിൽ ജലാൽ. അള്ളാഹുവിൻ്റെ മഹത്വം അറിയാൻ നിങ്ങൾ ഇസ്ലാം എന്താണെന്ന് നോക്കിയാൽ മതി എന്നാണ്. റബ്ബിൻ്റെ വലിപ്പമറിയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൻ്റെ വലിപ്പമറിയണോ? ഖുർആനിലേക്ക് നോക്കിയാൽ മതി എന്നാണ്. മുഹമ്മദ് നബിയിലേക്ക് നോക്കിയാൽ മതി. ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളിലേക്ക് നോക്കൂ. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അല്ലാഹു അല്ലാത്ത ഒരാളിൽ നിന്നായിരുന്നു ഈ ഗ്രന്ഥമെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു. ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. അതിൻ്റെ മുന്നിലൂടെയോ പിറകിലൂടെയോ വ്യർത്ഥമായതൊന്നും ഖുർആനിൽ കാണാനേ കഴിയില്ല. കാരണം സ്തുത്യർഹനും മഗാധജ്ഞനുമായ ഒരു റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ നോക്കിയാൽ പ്രതാപിയായ ഒരു റബ്ബിൻ്റെ വചനങ്ങളാണതെന്ന് ബോധ്യപ്പെടുന്നതാണ്. അതിലോരോന്നും നോക്കൂ നിങ്ങൾ. ശുദ്ധമായ ഏകദൈവാരാധന, അതിനോളം പ്രതാപമേറിയ മറ്റൊരാദർശം എന്താ? തുടക്കം തന്നെ നോക്കൂ നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനോട് സമരസപ്പെട്ട് നിൽക്കുന്ന വല്ല ആദർശവും ലോകത്തുണ്ടോ? കറകളഞ്ഞ ചെറുതും വലുതുമായ എല്ലാത്തരം കുഫറിൽ നിന്നും ശിർക്കിൽ നിന്നും മുക്തമായ അതുല്യമായ തൗഹീദിൻ്റെ സന്ദേശം, അതിൽ നിന്നൊക്കെ എത്ര താഴെ നിലവാരത്തിലാണ് സൃഷ്ടികളെ ആരാധിക്കുന്ന ബഹുദൈവാരാധനയുടെ സന്ദേശം. പ്രതാപിയായ അഗാധജ്ഞനായ ഒരു റബ്ബ് ശിർക്കിനെ അനുവദിക്കുകയില്ല. വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ. ضرب لكم مثلا من أنفسكم هل لكم مما ملكت أيمانكم من شركاء فيما رزقناكم فأنتم فيه سواء تخافونهم كخيفتكم أنفسكم. മനുഷ്യരിൽപ്പെട്ട പ്രമാണിമാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കും നിങ്ങളുടെ അടിമക്കും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബെഡിൽ വിരിപ്പിൽ ഒരേ അവകാശമാണോ? വല്ലാത്ത ചോദ്യമാണത്. നിങ്ങളുടെ ഭാര്യയുടെ കിടപ്പറയിൽ നിങ്ങൾക്കും നിങ്ങളുടെ അടിമക്കും ഒരേ ഷെയറിംഗ് ആണോ? നിങ്ങൾ അനുവദിക്കുമോ? നിങ്ങൾ സമ്മതിക്കുമോ? റബ്ബ് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് പോലും നിങ്ങളുടെ അടിമക്ക് അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ആകാശഭൂമികളുടെ സൃഷ്ടാവായ റഹ്മാനായ റബ്ബിൻ്റെ അസ്മാഉകളും സിഫാത്തുകളും അഫ്ആലുകളും സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുകയോ അത് റബ്ബ് അംഗീകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന ശിർക ലദുൽമുൻ അളീം. അതേറ്റവും വലിയ പാപമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരിൻ. വിട്ടുവീഴ്ചയില്ല. കാരണം പ്രതാപമേറിയ ഒരു റബ്ബ് ശിർക്കിനെ അംഗീകരിക്കുകയില്ല ഒരിക്കലും. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ വഴികളെ എല്ലാം നിങ്ങൾ പരിശോധിച്ചോ.
ഏറ്റവും താഴ്ന്നതെന്ന് റസൂലുള്ള പറഞ്ഞത് അദ്നാഹ എന്ന് പറഞ്ഞതുപോലെ എന്താണ്? ഇമാത്തത്തുല്ലദ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കി നടക്കുന്നവന് സുഹൂലത്തുണ്ടാക്കി കൊടുക്കണം. സ്തുത്യർഹമായ വഴി, അതിലെ ഓരോന്നും, ഖുർആനിലെ ഓരോ ആയത്തുകളും ഓരോ വചനങ്ങളും അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങളുടെ ഗാംഭീര്യം കാണുമ്പോൾ ഇത് റഹ്മാനായ റബ്ബല്ലാതെ മറ്റൊരാൾക്കിത് അവതരിപ്പിക്കാൻ സാധ്യമല്ല എന്ന് മനുഷ്യൻ വിവേകമുള്ളവൻ അംഗീകരിച്ചു പോകുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ പരാജയപ്പെടുത്താമെന്ന ആഗ്രഹവുമായി വന്ന ആളുകളൊക്കെ പിന്നീട് തിരിച്ചുപോയി പറഞ്ഞത്, അതിനു വല്ലാത്തൊരു ഹലാവത്തുണ്ട്, അതിനു വല്ലാത്തൊരു തലാവത്തുണ്ട്, ഒരിക്കലും അതിനെ അതിജയിക്കാൻ മനുഷ്യരുടെ വാക്കുകൾക്ക് സാധ്യമല്ല. ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലി വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറാ. മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ പോലും ഈ അധ്യായത്തിലുള്ള, ഈ ഖുർആനിലുള്ള ഒരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായം കൊണ്ടുവരാൻ സാധ്യമല്ല. അതാണ് ഇവിടെ പറയില്ല സിറാത്തിൽ അസീസിൽ ഹമീദ്. ആ അസീസായ റബ്ബിൻ്റെ സിറാത്ത് കാണുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്, സൃഷ്ടികൾ അഖിലവും അവന് ഹംദ് ചെയ്തു പോകും. അതാണ് ഉടനെ പറഞ്ഞത് അൽ ഹമീദ്, അവൻ സ്തുത്യർഹനാണ്. അതുകൊണ്ടല്ലേ സൂറത്തുൽ കഹ്ഫ് ആരംഭിക്കുന്ന എങ്ങനെയാണ്? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമാ വലം യജ്അൽ ലഹു ഇവജ. അൽഹംദുലില്ലാഹ്, സ്തുതിക്കൂ റബ്ബിനെ, ലോകങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കൂ. അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, ഈ കിതാബിനെ തൻ്റെ അടിമക്ക് അവതരിപ്പിച്ചു കൊടുത്തു. വലം യജ്അൽ ലഹു ഇവജ, ഒരു വക്രതയും ഒരു ന്യൂനതയും ഒരു വ്യതിയാനവും ഒരു വൈരുദ്ധ്യവും ഒരു പോരായ്മയും നിങ്ങൾക്ക് ആ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയില്ല. ഖയ്യിമൻ, നേർക്ക് നേരെ നിൽക്കുന്ന അതുല്യമായ ഒരു ഗ്രന്ഥം, വൈരുദ്ധ്യങ്ങളില്ലാതെ തലയുയർത്തി നിൽക്കുന്ന അപാരമായ ഗ്രന്ഥം. അൽഹംദുലില്ലാ എന്ന് പറയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, ഇത് അല്ലാഹുവിൻ്റെ ഫളലാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ഫബിദാലിക ഫലിയഫ്റഹു, ആനന്ദിക്കൂ, ആഹ്ലാദിക്കൂ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, മനുഷ്യരെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന സകല വിഭവങ്ങളെക്കാളും അതുല്യമായ ഈ മാർഗമാണ് ഏറ്റവും വലുതായിട്ടുള്ളത്.